അയ്യോ കോഴികൾക്ക് ഫുഡ് എനക്ക് കോഴികൾക്ക് ഫുഡ് ഇവിടെ വന്നിരുന്ന് നന്നാക്കിയിടുന്ന ആളുകളാലോ കുട്ട തോപ്പിക്കാരൻ എപ്പോ കല്യാണം മെയ് മാസം കെട്ടി ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പിന്നെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ ലൈക്ക് ചെയ്യാനും ലാസ്റ്റ് ടൈം കുറച്ച് കൂടുതൽ ലൈക്ക് കിട്ടി ഇങ്ങനത്തെ ലൈക്ക് എല്ലാവരും തരണം ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യണം അപ്പോൾ അതെ ഇന്ന് നമുക്ക് വൈകുന്നേരം രാത്രി ഇതേ നമുക്ക് ഒരു കുഞ്ഞിച്ചക്ക കിട്ടി അപ്പം നമുക്ക് കുഞ്ഞിച്ചക്ക അമ്മ ഞാൻ ഇരുന്നിട്ട് നന്നാക്കുന്നുണ്ട് അപ്പം ചക്ക നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുണ്ടല്ലോ അപ്പോൾ അത് കാരണം നമുക്ക് ഈ കുഞ്ഞി ചക്ക കിട്ടിയാലും നമുക്ക് അപ്പം തന്നെ നന്നാക്കി കഴിക്കും പിന്നെ ഇന്ന് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടോ പക്ഷെ ചോള ഇല്ല ഇത് എന്താ പറയാ ചൂല ചൂള കുഞ്ഞുണ്ട് പക്ഷെ നല്ല മധുരമുണ്ട് കേട്ടോ നല്ല അടിപൊളി മധുരമുണ്ടോ അപ്പൊ ഇതേ നമുക്ക് നന്നാക്കണം പിന്നെ സൈഡില് കഴിക്കുന്നുമുണ്ട് പിന്നെ എല്ലാവർക്കും എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖാണോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ അപ്പൊ ഈ പിള്ളേരൊക്കെ കുറച്ച് ചക്ക കൊടുക്കട്ടെ അയ്യോ കുറച്ച് നന്നാക്കി തരാട്ടോ ഇപ്പൊ തരാട്ടോ അപ്പൊ പുന്നസൊക്കെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ആദില്ല വരാൻ പറഞ്ഞേ അല്ലെ പുന്നസൊക്കെ ഫ്രണ്ട് ആദില്ല വന്നിട്ടുണ്ട് എന്ത് പറയാൻ അങ്ങനെ അവിടെ പോണു ചക്ക തിന്നെ ബാക്കിയുള്ള ചക്ക നമ്മളെ ചക്ക കിട്ടണതാ അപ്പൊ നമ്മൾ ആവശ്യമൊക്കെ കഴിക്കും ആട് തന്നേന്നു ബാക്കിയുള്ളത് അപ്പ നമ്മള് ഫ്രീസറിൽ കയറ്റി വെക്കും കളയൂല എനിക്ക് വെക്കിന് അത്ര കുഴപ്പമില്ല വെക്കിന് ഞാൻ അങ്ങനെ എനിക്ക് താല്പര്യമില്ല പഴുത്ത് മാത്രം താല്പര്യം പഴുത്തക്ക് അട ഉണ്ടാക്കൂലേ അത് എനിക്ക് ഇഷ്ടം പിന്നെ പഴുത്ത് ഇങ്ങനെ വേറെ കഴിക്കാൻ ഇഷ്ടം വെച്ച അത്ര താല്പര്യമില്ല ഇവിടെ വന്നിരുന്ന് നന്നാക്കിയിടുന്ന ആളുകളാലോ വെച്ച വെള്ളപ്പഴം കഴിക്കും എന്നു ചോറുണ്ടല്ലേ ഇല്ല വെള്ളപ്പഴം കിട്ടണം എപ്പോഴും കിട്ടണം നമുക്ക് വീട്ടില് ചക്ക നമുക്ക് വീട്ടില് ചക്ക ഇല്ലല്ലോ അപ്പൊ അത് കാരണം എനിക്ക് എന്താ നന്നാക്കിയിട്ടുണ്ട് നല്ല സുഖമാണ് എടുത്ത് തിന്നാക്ക ഇവിടെ ഇരുന്നേ ഇവിടെ ഇരുന്നേ നമുക്ക് ഇല്ല നമുക്ക് വീട്ടിൽ ചക്ക ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഇത് ഭയങ്കര ഇത് തോന്നും വേറെ ആൾക്കാർക്ക് വീട്ടില് കുറെ ചക്ക ഉണ്ടെന്ന് ഇങ്ങനെ ഇത് ഉണ്ടാവില്ല ചക്ക പ്രാന്ത് ഉണ്ടാവില്ല കുറെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോ അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പണ്ട് തുടങ്ങി ചക്കയും കപ്പയും എന്റെ ഫേവറേറ്റ് സാധനം അങ്ങനെയുള്ളു വലിയ പാത്രം കൊണ്ട് കഴിക്കാൻ ഇനി നാളെ എടുത്ത ചക്ക ഇട്ടണേ വീഡിയോ എടുക്കാം അവരുടെ വീഡിയോ ഒക്കെ നന്നാക്കാൻ കുട്ടിക്ക് നാട്ടിൽ പോണം തന്നെ പറയണേ വിടൂല പോവും 15 days നിന്നിട്ട് വരാം നേരത്തെ ഒരു മാസമല്ല പറഞ്ഞത് 15 ദിവസം ഞാനും 15 ദിവസം നിനക്ക് ഞാൻ പറ്റുമോ ഞാനും കൊച്ചേ ഇല്ല പറ്റും എന്ത് പറ്റും കൊച്ച ഉണ്ടെന്നും പറ്റും പിന്നെ എന്താ പ്രശ്നം അമ്മച്ചി പ്ലാൻ ചെയ്യുന്നുണ്ടോ നീ അവിടെ പോയിട്ട് തിരിച്ച് വരുന്നില്ല എന്ന് വിളിച്ച് പറയണ്ടാവും വെള്ളപ്പുറം പോയി ഇരിക്കുന്ന വേറെ ഇതുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും നീ ഞാനും പോവും
അത് വേറെ ഇതുണ്ട്. അത് പോകുമ്പോ നമുക്ക് നീ ഞാൻ പോകുമ്പോ നമുക്ക് എന്താ പറയൂ, ചേച്ചിക്ക് വർത്തമാനം പറയാൻ സമയം കിട്ടൂല. ഫുൾ ടൈം വർത്താനാണല്ലോ. ഓ പിന്നെ എന്താ വർത്തമാനം, എല്ലാരും ചക്ക നമുക്ക് അവിടെ ഞാനും കുറെ കണ്ടിട്ടില്ല. എന്റെ വീട്ടില് ചക്ക ഉണ്ടായിരുന്നു, എന്റെ അച്ഛന്റെ വീട്ടില് ചക്ക കുറെ ഉണ്ടായിരുന്നു. ഓ നല്ല ചക്ക, അവിടെ കുറെ സ്ഥലമുണ്ട്. അച്ഛന്റെ വീട് നീ പോയിട്ടില്ലല്ലോ അപ്പേ? അവിടെ നല്ല നല്ല വലിയ ചക്ക ഉണ്ട് എന്റെ അച്ഛന്റെ വീട്ടില്. പക്ഷെ അവിടെ പണ്ട് നമുക്ക് ചെറുപ്പത്തില് പോകുമ്പോ ഇങ്ങനെ ചക്ക കൊണ്ടുവരും, വിൽക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ ആരുമേ പോകൂലാം എടുക്കൂലാം. ചിലപ്പോ ഇപ്പൊ ഉണ്ട് ഇല്ല ആരില്ലേ. എനിക്ക് തോന്നുന്നു അവിടെ പഴുത്ത ചക്ക ഇങ്ങനെ മുറിച്ച് വിൽക്കുന്നു, അല്ല ചെറിയ ചെറിയ പീസാക്കി, അങ്ങനെയുണ്ട് അവിടെ? കണ്ടിട്ടില്ലേ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കപ്പ പുഴുങ്ങി വെക്കുവോ? പക്ഷെ ചക്ക ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ എവിടെയോ ഞാൻ കണ്ടേക്കുന്നത് ഇങ്ങനെ ചെറിയ. അത് നമുക്ക് മലേഷ്യ പോകുമ്പോ അങ്ങനെ കഴിച്ചാണല്ലോ. അല്ല മറ്റേ ഇവിടെ ഏതെന്നറിയോ ഈ ചക്ക അവിടെ പുഴുങ്ങി വെക്കാൻ പറ്റി. അതെയാ? കപ്പ കപ്പ പുഴുങ്ങി വെക്കും. അത്ര നോർമൽ പുഴുങ്ങി വെക്കും. പിന്നെ നമുക്ക് അവിടെ ചക്ക ഇങ്ങനത്തെ മാതിരി കുറെ ചക്ക അവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ചക്ക ഉണ്ടല്ലോ അവിടെ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അവിടെയുള്ള ആൾക്കാർക്ക് ചക്കയുടെ ഇത് അങ്ങനെ അധികം അറിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് അറിയുകയാണെങ്കിൽ അവരൊക്കെ എന്താ വെച്ചാൽ അവർക്കൊക്കെ ഇഷ്ടംപോലെ അവരിങ്ങനെ അവിടെയുള്ള അവിടെ. പിന്നെ ഈ പച്ച കറി വെക്കൂലേ നമുക്ക്, അത് എന്താ ചക്ക, ഇടിയൻ ചക്ക കറി വെക്കില്ല, അങ്ങനെ കറി വെച്ച് കഴിക്കും. അച്ചാർ ഉണ്ടാക്കും, പിക്കൽ ഉണ്ടാക്കും. പിന്നെ ഇങ്ങനത്തെ ചക്ക നമുക്ക് അവിടെ ഇങ്ങനെ കഴിക്കാറിയോ, നല്ല പഴുത്തിട്ടുണ്ടല്ലോ, ഗിലി 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 വരൂലേ അവിടെ, നല്ല പഴുത്തിട്ട് ഗിലി 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 വരും. അങ്ങനത്തെ കഴിക്കും. പിന്നെ കറി വെക്കും. പക്ഷെ കൊറേ ഇങ്ങനെ നമുക്ക് മാതിരി ഇങ്ങനെ കേരളയില് കൊറേ ചക്ക ഉണ്ടല്ലോ, അങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ നമ്മൾ ഈ പഴുത്ത ചക്ക കൊണ്ട് വെറുതെ മിക്സിയിലിട്ട് അടിച്ച് അപ്പം ഉണ്ടാക്കില്ലേ, അതിപ്പോ അവിടെ ഗോതമ്പ് പൊടിക്കാണെങ്കിലും ഉണ്ടാക്കാം, റവയ്ക്കാണെങ്കിലും ഉണ്ടാക്കാം. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. ഇത് ചക്ക കുരു ഉണ്ടല്ലോ, അത് പുഴുങ്ങി കഴിക്കും. ചമ്മന്തി നല്ല ഉണ്ട് കേട്ടോ. കാന്താരിക്കിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോ നല്ല ഒരു തക്കാളിയും ഇടണം, നല്ല രസമുണ്ട് ചമ്മന്തി. ഓരോ നാട്ടിലും ഓരോ സാധനങ്ങളും ഓരോ രീതിയിലും ഇങ്ങനെ അട ഉണ്ടാക്കണം, ചക്ക വഴക്കനും അങ്ങനെ ചെയ്യൂല കേട്ടോ. എന്റെ വീട്ടുകാർക്ക് ഇനി അടുത്ത കൊല്ലം പോവാണെങ്കിലേ, അടുത്ത കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് പോവാണെങ്കില് ഇത് വേണം. ഏതാന്നറിയോ? എന്താ? സാർക്ക് കപ്പയും ബീഫ് ഉണ്ടാക്കി കൊടുക്കണം. എപ്പോ പോകും മറക്കും. അതെ അതെ, അത് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഭയങ്കര ഇഷ്ടപ്പെടും. ആ സാധനം കഴിച്ചുള്ളത്. അതെ ശരിയാ. അവിടെ നല്ല കപ്പ കിട്ടണം, നല്ല ശരിയാവുള്ളൂ. കപ്പയുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ കൂടുതലും അവര് ഇപ്പൊ നമ്മളിവിടെ ദോശ ഇത് നമ്മൾ വേറെ ഒന്നും ട്രൈ ചെയ്യുന്നില്ല. വേറെ ആൾക്കാരുടെ ഫുഡൊന്നും നമുക്ക് അതിന് ഇഷ്ടപ്പെടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ രാവിലെ നൂഡിൽസ് കഴിക്കാൻ പറ്റില്ല, മോമോസ് കഴിക്കാൻ പറ്റില്ല, നമുക്ക് നമ്മളിത് കഴിച്ച് ശീലിച്ചത്. അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർക്കും അല്ലടാ, അവിടെയുള്ള ആൾക്കാർ രാവിലെ എന്നിട്ട് മോമോസ് കഴിക്കും, പിന്നെ ചപ്പാത്തി നമ്മളും കഴിക്കും, നൂഡിൽസൊക്കെ കഴിക്കുമ്പോൾ നമുക്കത്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് ചക്കയുടെ ഇതൊക്കെ അറിയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. അതെന്തുന്നാടേ എനിക്കും ചക്ക നടണം, ചക്ക വരണം. എപ്പോ ചക്ക വെക്കുന്ന സ്ഥലം ഇല്ലല്ലോ. അല്ല ഇനിയിപ്പോ ഭാവിയില് ഒരു സ്ഥലം മേടിക്കുകയാണെങ്കിലേ അവിടെ ഈ പ്ലാവ് മാങ്ങ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യരുത്, മനസ്സിലായോ? നമ്മൾ ബഡ് മേടിച്ച് വെക്കാൻ സ്ഥലം ഉണ്ടാവണം. നമുക്കൊരു സ്ഥലമില്ലല്ലോ. ബ്ലഡ് ഇപ്പൊ സ്ഥലത്തിനൊക്കെ എന്നാ റേറ്റാ. മുണ്ടക്കയത്ത് മുണ്ടക്കയത്ത് ചക്കല്ലേ തറവാടില്, ആ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ടാവണം. ഞാൻ ചേച്ചിയോട് വിളിച്ചു വെക്കണം ചക്ക ഉണ്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നാളെ പോവാന്നോ. ഉണ്ട് നമുക്ക് പോയി ചക്ക എടുക്കണം. അവിടെ വൈകിട്ട് വരെ അവിടെ താമസിക്കണം വേണ്ട. ആ താമസിക്കാനായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് അതിനൊരു വെക്കേഷന് മുടന്നി പോടുന്നു. വെക്കേഷന്
നമുക്ക് വെറുതെ പോയിട്ട് വരാം, വേറെ ഒന്നും ചെയ്യണ്ട. പോയിട്ട് അവരെ കണ്ടിട്ട് ചേട്ടനും ചേട്ടനും ഇവള് കണ്ടിട്ടില്ല, എത്ര പ്രായം വയ്യാതിരിക്കുന്നതല്ലേ. വാ എബിച്ചേട്ടൻ്റെ അമ്മേനെ അപ്പനൊക്കെ ഇവളെവിടെ പോയിടാ? എബിച്ചേട്ടൻ്റെ അമ്മേനെ അപ്പനും കണ്ടിട്ടുണ്ടോ സോനം? അറിയില്ല, കണ്ടിട്ടില്ല. ഇല്ലടാ, ഇല്ലെന്നേ. ഇവളവിടെ പോയിട്ടുണ്ടോ? അപ്പൊ ഞാൻ വിളിച്ചു, അത് നമ്മൾ ദിവ്യയുടെ വീട്ടിലല്ലേ പോയേ. നമുക്കൊരു ദിവസം വെക്കേഷൻ എവിടെ പോണേ വേഗം വേഗം പോവാം, ഒരു ദിവസം പോയിട്ട് വരാം. എവിടെ പോണേ ഈ കൊച്ചിയിൽ എവിടെ പോണേ വേഗം പോവാം. അത് കഴിഞ്ഞ് ഞാനൊക്കെ നാട്ടിൽ പോവാം. അതെന്താടാ വേണ്ട. ഒന്നാമത് ഞാൻ പറയണേ, ഞാനൊരു ഹസ്ബൻഡാണ്. അപ്പൊ എനിക്ക് അവിടെ പോയതിന്റെ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, പറയണേ ഞാൻ വരും, മനസ്സിലായോ? അപ്പൊ എനിക്ക് ടെൻഷനാടാ. എന്താന്ന് വെച്ചാ നിന്നോട് ഞങ്ങൾ ഉറങ്ങാൻ പറ്റൂല, നിനക്കറിയാലോ. ഞാൻ അങ്ങനെ ആയിപ്പോയി, സത്യം. എന്ത് ചെയ്യാൻ, അപ്പൊക്കിട്ട് അങ്ങനെ ആയിപ്പോയി, നീ ഇല്ലാണ്ട് പറ്റൂല. അപ്പൊ കൂട്ടാ തോപ്പിക്കാരാ. ശരി, നീമ്പാ അമ്മ ആ സോങ് ഒന്ന് പഠിപ്പിച്ചു, അവൾക്ക് അറിയില്ല. എന്താ പാട്ട്? അത് പണ്ടത്തെ സിനിമ ഇതിലും കണ്ടുള്ളത് എനിക്കറിയില്ല. അപ്പൊ കൂട്ടാ തോപ്പിക്കാരായി എപ്പ കല്യാണം. പിന്നെ എനിക്ക് മറ്റേതറിയില്ല. അടുത്ത മകരമാസം വേലി കെട്ടുമ്പോൾ അപ്പൊ കെട്ടുമ്പോ സോങ്ങാ അപ്പുക്കുട്ട തൊപ്പിക്കാര അപ്പുക്കട്ട അപ്പുക്കാടാറ് അപ്പുക്കുട്ട തൊപ്പിക്കാര അപ്പുക്കുട്ട തൊപ്പിക്കാട എപ്പ കല്യാണം? പിന്നെന്താ മകരമാസം മകരമാസം വേലി കെട്ടി അപ്പ കല്യാണം. മകരമാസം മേലെ കെട്ടി അപ്പ കല്യാണം. നമുക്കറിയാം. അപ്പുക്കുട്ട തൊപ്പിക്കാട എപ്പ കല്യാണം? മെയ് മാസം കെട്ടി മകരമാസം മകരമാസം കെട്ടിക്കഴിഞ്ഞ അപ്പ കല്യാണം. മകരമാസം വേലി കെട്ടി, അത് ആ ഒരു വാക്ക് എനിക്കറിയില്ല. മകരമാസം വേലി കെട്ടി എന്തോ ഒരു ഇതുണ്ട്. കുട്ടി പാട്ട് മൊത്തം നാട്ടുകാർ എന്നൊക്കെ കൊള്ളോ. ചക്ക വെട്ടുമ്പോഴേ ഒരാൾക്ക് തന്നെ വെട്ടി പറിച്ച് ഇടാനായിട്ട് സമയം പിടിക്കും. അപ്പൊ ചക്ക വെട്ടുമ്പോ എല്ലാവരും കൂടും, വീട്ടിലെല്ലാവരും കൂടി ചക്ക വെട്ടി നന്നാക്കി നിൽക്കും. എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് മറ്റേ അന്നൊക്കെ നല്ല പശയും കഴിയുമല്ലേ. ഇപ്പോഴും പശയുണ്ട്. ഇതിപ്പോ പഴുത്തൊക്കെ ആയതുകൊണ്ടല്ലോ അധികം പശയില്ലാത്ത. പശ ഉണ്ട്. ഇതിപ്പോ പഴുത്തൊക്കെ ആയതുകൊണ്ട് അധികം ഇല്ലാത്ത. എനിക്ക് പണ്ടേ ചക്ക കപ്പ എല്ലാം വളരെ ഇഷ്ടമാണ്. ചക്കയും കപ്പയും ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത നമുക്ക് അട ഉണ്ടാക്കി കഴിക്കണം. അട ഉണ്ടാക്കിയിട്ടില്ലേ? അട ഉണ്ടാക്കി തിന്നണം. ഇപ്പൊ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ചക്ക കിട്ടിട്ടോ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇത് മിക്സിയിലിട്ട് അരക്കല്ലേ. ഫ്രീസറിലും കുറച്ച് അട ഉണ്ടോ, ഈ ചക്ക ഉണ്ട്. അപ്പൊ നമുക്ക് ചക്ക അട ഉണ്ടാക്കണം. ചക്ക അടക്ക് ആ ഇല ഉണ്ടല്ലോ, ഇല ആ ഇലക്ക് മണമ് കാരണം നമുക്ക് കുറെ തിന്നു തോന്നും. ഇടുന്നില്ല ഇടുന്നല്ല, ആ ഇലക്ക് നല്ല മണം. ചക്കയപ്പം ഉണ്ടാക്കിട്ട് പിറ്റേ ദിവസം കഴിക്കണം. അതാണ് പിറ്റേ ദിവസം കഴിയുമ്പോ നല്ല ടേസ്റ്റ്. ആ ഇലയുടെ മണം, ഇലയുടെ മണമ് വരും. സോയിക്കുട്ടിക്ക് അതൊക്കെ വന്നിട്ടാ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ കാര്യത്തില്. എന്താ എന്താ ഇവിടുത്തെ ചക്കട ഉണ്ടാക്കുമല്ലോ, അടിപൊളിട്ട് ഉണ്ടാക്കും. അല്ല നന്നായിട്ട് ഉണ്ടാക്കും. അത് കുഴിമാന്തി എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പിടിക്കും. കുഴിമാന്തി അല്ല, എപ്പോഴും മന്തി. മന്തി വേണ്ട, അത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നുണ്ട്. വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ ആൾക്കാര്. അല്ലടാ, ആ പിന്നെ മറ്റോ കടയിൽ നിന്ന് മേടിക്കണ, കടയിൽ നിന്ന് അതിന്റെ ഉള്ളത് അറേഞ്ച്മെന്റ് ഉണ്ട്. കടയിലുള്ള സംഭവം ഒരു പ്രശ്നമില്ല, മയണൈസാണ് പ്രശ്നം. മയണൈസ് കഴിക്കാൻ പാടില്ല. കടയിലാ മറ്റേ പുഴുങ്ങിയ ചിക്കനാണ്, പിന്നെ ചോറ്, വേറെ ഒന്നുമില്ല. പക്ഷെ മയണൈസ് ഭയങ്കര ഡേഞ്ചറാണ്. മയണൈസ് പ്രശ്നം. അച്ഛാ അച്ഛാ അടി കല്യാണം കഴിക്ക്. ആവണ്ട, ഇതാണ് മോനെ എല്ലാവർക്കും പോടാന്ന് പറയുള്ളൂ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ. അപ്പൊ ആൻസിക്ക് ഇങ്ങനെ കല്യാണം കഴിച്ച് എനിക്ക് വിടാൻ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറുക്കൻ്റെ ജീവൻ നശിപ്പിക്കണം എന്ന് വെച്ചിട്ടായിരുന്നു. അല്ല അവള് പറഞ്ഞിട്ടില്ലേ ഇപ്പൊ രാവിലെ ചില വീടുകളിൽ ചെല്ലുമ്പോ രാവിലെ 6 മണിക്ക് പറ അപ്പൊ ഞാൻ സോണത്തോട് പറയാറില്ലല്ലോ. പറഞ്ഞോ. ഭാഗ്യം
മറ്റേ ഞാൻ അവളോട് പറ പണിയെടുക്കാൻ പറ അങ്ങനെയൊക്കെ പറയും. പറയുന്നു പേടി. അവൾക്ക് പേടിയാ. അപ്പൊ അതോട് ആൻസി എന്റെ തലയിലായി. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോവാണെങ്കിലും പിറ്റേ ദിവസം കല്യാണം കഴിച്ചാൽ തിരിച്ചവൾ പിറ്റേ തന്നെ വരുന്നത്. പക്ഷെ ഇപ്പൊ പണ്ട് മാതിരി ഇല്ല കേട്ടോ. ആ നീ അവിടുത്തെ അമ്മായിമാർ ആശിച്ച് എന്ത് ചെയ്തു? അയ്യോ അങ്ങനെ പറയല്ലേ. അല്ല ഇവൾക്ക് പേടിയാടി. ഇപ്പൊ എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഇത് ആ സരിതാ ദീദി ഉണ്ടല്ലോ, സരിതാ ദീദിക്ക് കുക്കിംഗ് ഒന്നും ചെയ്യുന്നു വേണ്ട, ഉമ്മിയൊക്കെ ചെയ്തി കൊടുക്കും. സരിതാ ദീദി പിള്ളേരൊക്കെ സ്കൂളിൽ വിടുന്ന ആ സമയത്ത് എനിക്കും രാവിലെ എനിക്ക് ആൾക്ക് പ്രെയർ അത് ഉണ്ടല്ലോ, അത് കഴിഞ്ഞു. പക്ഷേ ഇത് എന്താ കുക്കിംഗ് ഒക്കെ ഒന്നും ചെയ്യാണ്ട് ഒക്കെ ഉമ്മി ചെയ്യും. അപ്പോൾ സരിതാ ദീദി വീടിന്റെ ജോലി ക്ലീനിങ്, പാത്രം കഴുകണു, തുണി കഴുകണു ഒക്കെ ചെയ്യും. എല്ലാവർക്കും ഇപ്പൊ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുണ്ട്. നേപ്പാളി ചേച്ചിയാണ്, നമ്മുടെ കോഴിക്കോടാണ്. ലക്ഷം വീഡിയോ കണ്ടില്ലായിരുന്നു. കോഴിക്കോട് ചേച്ചിയാണ്. 13 വർഷമായില്ല, അല്ല 14 വർഷം. അപ്പൊ 14 വർഷമായി നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത്. കോഴിക്കോടൻ സ്ലാങ്കാണ് അടിപൊളിയായിട്ട് പറഞ്ഞത്. അയ്യോ കോഴികൾക്ക് ഫുഡ് എനക്ക് കോഴികൾക്ക് ഫുഡ് ശരിക്കും എനിക്ക് കേരളയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് കാലിക്കറ്റ് ഫുഡ്. ശരിക്കും എല്ലാ പല പല വെറൈറ്റീസ് ഫുഡ്. നമുക്ക് സ്കൂൾ തുറക്കണക്കാലം മുമ്പേ ഒരു ദിവസം ഇതുപോലെ പോയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നല്ല, അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴിക്കോട് കാണാൻ പറ്റൂല. നമുക്ക് ഒരു ദിവസം പോയിട്ട് അവിടെ ആ ഫസ്റ്റ് ഒന്ന് കറങ്ങി വരണം കേട്ടോ. അവിടെ ഫുഡ് പല പല ബിരിയാണി ഏറ്റവും ഇഷ്ടം എനിക്ക്. ബിരിയാണി, കട്ട്ലേറ്റ്, സമോസ അവിടങ്ങളിൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോ അല്ലേ വെച്ച് ഉണ്ടാക്കുമ്പോ ഈ കടയിലെ ഷോപ്പില് വിക്കില്ല, അങ്ങനെ മാതിരി അവിടങ്ങളിലെ ഫുഡിന് മെയിൻ പൊന്നിച്ച് വേണ്ടതാ വഴക്ക് ഇതാക്കരുത്. അവിടങ്ങളിൽ ഈ ഫുഡിന് ഭയങ്കര ഡിമാൻഡുള്ള വെറൈറ്റി ഫുഡുള്ള സ്ഥലമാണ്. എന്ത് ചക്കര പക്ഷേ ഇപ്പൊ ആരില്ല, ഇപ്പൊ ഭയങ്കര വയ്യ കൂടുതല. പക്ഷെ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ബാബ വയറ്റിലുണ്ടായത് ആ സമയത്ത് ഞാൻ ഭയങ്കര ആരോഗ്യം ഉണ്ടായിരുന്നു. ഞാൻ കൊറേ പണി ചെയ്യുമ്പോ ബാപ്പറെ ഇനിയിപ്പോ ഒന്നും ചെയ്യാനും പറ്റില്ല. ആ സമയത്ത് ഞാൻ ഉച്ചക്ക് നട്ട വേലു, ഈ വേലുത്തില് നരന്ന് പോയി നരന്ന് വരും. ഇപ്പൊ പറ്റൂല. ഒന്നാമത്തെ കാലാവസ്ഥ മാറി ചിന്തിക്കണം. നല്ല വെയില, പിന്നെ നിന്റെ ഒരു വയ്യായ്മ വരും. ഏജ് 30 ആയി, അത്ര ആയിട്ടില്ലല്ലോ. നീ ഇപ്പൊ ഒരു ആയുസ് മുഴുവനുള്ള പണി ചെയ്യുന്നുണ്ട്, അത് കുറയ്ക്കും. അവളെ ചൂടാക്കിയിട്ട് ഇതാക്കാന്ന്. ഇത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയാ മതി. എന്നാട് ചെയ്യണേ. ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിട്ട് പെട്ടെന്ന് പോണം. എനിക്കറിയാം ചൂടാക്കിട്ട് പോകുന്ന എനിക്കറിയാം. അപ്പൊ നമുക്ക് ചക്ക നന്നാക്കി കഴിഞ്ഞ് ചക്ക ചക്ക നന്നാക്കി കഴിഞ്ഞു. കുഞ്ഞി ചോളം വെച്ച് അങ്ങനെ പറയാൻ പറ്റില്ലടാ. നമ്മൾ ശരിക്കും ഇത് അരച്ചു കഴിഞ്ഞിട്ടേ അതിന് ആവശ്യമുള്ള പൊടി, അത് ടൈറ്റ് ആവാൻ വേണ്ടി ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെള്ളം ഒഴിക്കില്ല നമ്മള്, മനസ്സിലായോ? അപ്പൊ നമുക്ക് അങ്ങനെ എത്ര അടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാം. നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ആദ്യം ആ സുരേഷേട്ടൻ കൊണ്ട് ചക്കയായിരുന്നു ചക്ക. ആദ്യം സുരേഷേട്ടൻ ഫസ്റ്റ് ഒരു പഴുത്തിയാക്കൊന്നില്ല. എന്താ മധുരം, എന്താ മധുരം, പിന്നെ കളറും എന്താ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ആ ചക്ക ഫുൾ പുനസ് എനിക്ക് ഡെയിലി ചോദിച്ചിട്ട് കഴിച്ച് തീർന്നു. നല്ല മധുരമായിരുന്നു. പാവം. അപ്പൊ കഴിക്കാത്ത ആൾക്കാരും ഉണ്ടാവില്ല, ചക്ക കഴിക്കാത്ത ആൾക്കാർ കിട്ടിയിട്ട് ചില ആൾക്കാർക്ക് കിട്ടൂല ചക്ക, നമുക്ക് മാതിരി കിട്ടൂല. അപ്പൊ ആൾക്കാർ എന്നാലും കുറച്ച് കിട്ടി.
പഴുത്ത് ഇതുപോലെ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം പഴുത്ത ചക്ക കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ എല്ലാവർക്കും ചോദിക്കില്ല, എനിക്ക് നാനകട ഒന്നുമില്ല, ചക്ക മേടിക്കും. ഞാൻ വേറെ വീട്ടിൽ കാണുമ്പോൾ ചേട്ടാ ഈ ചക്ക വരുമോ, ഞാൻ വൈഫിന് വേണമെന്ന് പറഞ്ഞാൽ പറയും ചക്ക റംബൂട്ടാൻ ഞാൻ എല്ലാവർക്കും വീട്ടിൽ പോയി ചോദിക്കും. ഉളുപ്പില്ലല്ലേ അന്ന് കോടിശ്ശേരിയിൽ പോകുമ്പോ റംബൂട്ടാൻ കണ്ടപ്പോ ചോദിച്ചല്ലോ. ചോദിച്ചു അതാണ് പണക്കാരുള്ള വീടാ. പണക്കാരായാലും പാവപ്പെട്ട നമുക്ക് ചോദിച്ചിട്ട് കഴിക്കുമ്പോ പ്രശ്നമില്ലല്ലോ, നമുക്ക് മുഷ്ടിക്കിന് പോകുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ചോദിച്ചിട്ട് കഴിക്കാം. പിള്ളേർ ആ പാകമാക്കി സ്ലൈം അല്ലേ. ഇന്ന് കൊറേ കളിച്ച ഈ സ്ലൈം നന്നായിട്ട് ഇങ്ങ് ബലൂൺ മാതിരി ആവണുണ്ടല്ലോ. അപ്പൊ ഇത് ചായക്കാരനാക്കും കഴിഞ്ഞോ. പിന്നെ നമുക്കത് ഇങ്ങനത്തെ വിലപ്പെടണം എല്ലാവർക്കും ചോദിച്ചിട്ട് ചക്ക തിന്നാം കുഴപ്പമില്ലേ. ഞാൻ മുഷ്ടിക്കിനും കിട്ടില്ലെന്നാ മുഷ്ടിക്കിനും പോവും ചിലപ്പോ അല്ലേ. പണ്ട് നമുക്ക് വേറെ ആൾക്കാരൊക്കെ വീട്ടിൽ പോവില്ലേ, ചെടി കണ്ടുപോ അപ്പൊ നമുക്ക് പിടിച്ചിട്ടും നമുക്ക് ഒളിച്ച് വെക്കും. അപ്പൊ വീട്ടിൽ കൊണ്ടാക്കി തരും. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ട് ചെടി. മണിയാന്റി എല്ലാവരും ഇവിടെ. ഇപ്പൊ ഞാനാണെങ്കിലും വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ ചെടികൾ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ചെടികളോട് ഇഷ്ടമുള്ള ആൾക്കാർ വേറൊരു വീട്ടിൽ ചെന്ന് ചെടികൾ കാണുമ്പോൾ അവർക്കത് ഇപ്പൊ മറ്റേ സനുദീദി ഇവിടെ വന്നിട്ട് സനുദീദി അല്ലേ ഇവിടെ വന്നിട്ട് ചെടികളൊക്കെ പുള്ളിക്കാത്തി കുറച്ച് ഇഷ്ടമുള്ളവർ അത് അങ്ങനെയാ വേറെ വീട്ടുകളിൽ ചെന്ന് കഴിയുമ്പോഴേ. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ചെറുപ്പത്തില്. ഇത് എന്താ ചെടി പിന്നെ മുളകുണ്ടല്ലോ നമുക്ക് നാട്ടിൽ മുളക്, പിന്നെ ഇത് എന്താ ക്യൂക്കമ്പർ അവിടെ ക്യൂക്കമ്പർ ഫുൾ ഇതിലും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ചന്നു ദീദി എവിടെങ്കിലും പോകുമ്പോ അങ്ങനെ മുഷ്ടിച്ചിട്ട് കൊണ്ടുവരും. അപ്പൊ ഞാനൊക്കെ ഇപ്പൊ ചക്ക മുഷ്ടിക്കണ പറ്റൂലല്ലോ, ആൾക്കാർ കാണും. പിന്നെ യൂട്യൂബിൽ ചോദിക്കുട്ടി ചക്ക മുഷ്ടിക്കണ പറയും. അപ്പൊ ചുമ്മാ പറഞ്ഞിട്ട്. അപ്പൊ എത്രയുണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.